എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ കൂടി നമ്മുടെ ഈ രാമായണ പാരായണം നമ്മൾ ഇതിനെ ഇങ്ങനെ തുടക്കം കുറിക്കുകയും ഇത് വളരെ വിജയപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. രാമായണത്തിന്റെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ അതിന് അത്രമാത്രം സമയം നമുക്കില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് രാമായണം നമ്മള് 18 പുരാണങ്ങളുണ്ട്. പക്ഷെ 18 പുരാണങ്ങളിലും കൂടുതൽ നമ്മൾക്ക് ഉണ്ട് പുരാണങ്ങൾ. പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ പൂർവികന്മാർ പറയുന്നത് 18 പുരാണങ്ങളാണ്. ഈ 18 പുരാണങ്ങളും വായിച്ചവർ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ രാമായണം മാത്രം ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തില് എങ്ങനെ ആണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചും അതിന്റെ ബാക്കി നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ദിനചര്യങ്ങളാണ് ചെയ്യേണ്ടതിനെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഏക പുരാണമാണ് രാമായണം. രാമായണം വായിക്കുന്നതിലൂടെ നമുക്ക് ഭക്തി ഉണ്ടാകുന്നു. ഭക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകുന്നു. ഭയം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ചെയ്യാൻ കഴിയുള്ളൂ. ഭയം എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ പേടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒച്ച കേൾക്കുമ്പോൾ പേടിക്കുന്ന കാര്യമല്ല ഭയം എന്ന് പറയുന്നത്. നമ്മളെല്ലാ പ്രവൃത്തിയിലും നമ്മുടെ ഒരു ഭയം വേണം. അതായത് ഇത് ചെയ്താൽ നമ്മുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് ഒരു പ്രധാന കാരണം നമ്മളെ ഈ രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒരു മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് അതിൽ വ്യക്തമായി നമുക്ക് ഉണ്ട്. നമ്മുടെ അതില് പറഞ്ഞിരിക്കുന്ന നമ്മുടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, നമ്മുടെ ഒരാളെയും നമ്മൾ നിന്ദിക്കാതിരിക്കുക, വന്ദിക്കുക, നമ്മളെല്ലാവരെയും. ഇപ്പം നമ്മൾ അതിന്റെ ഉദാഹരണമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ അനുജൻ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭരതൻ അവിടെ ഇല്ലായിരുന്നു. ഭരതൻ തിരിച്ചു വന്ന സമയത്ത് ശ്രീരാമ ഭഗവാനെ കാണുന്നില്ല. അപ്പൊ ശ്രീരാമ ഭഗവാനെ അന്വേഷിച്ച് ഭരതൻ കാട്ടിലൂടെ പോയി സഞ്ചരിച്ച് അദ്ദേഹത്തിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം അവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള മനോധൈര്യം ശ്രീരാമൻ കൊടുക്കുകയും ആ ഭരതൻ എന്താണ് ചെയ്തത്? ജ്യേഷ്ഠന്റെ മെതിയടി വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. ഇപ്പോഴുള്ളവർ ആരാണെങ്കിലും ചെയ്യോ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെയധികം വഴികാട്ടിയായിട്ടുള്ള ഒരു പുരാണമാണ്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. നമ്മൾ ചുരുക്കി പറയുമ്പോൾ നമുക്കത് എവിടെയും എത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ രാമായണ പാരായണം എല്ലാ വീടുകളിലും എത്തിക്കുക. രാമായണ പാരായണം എല്ലാ വീടുകളിലും ചെയ്യുക. സന്ധ്യാനാമം ജപിക്കുക. അതേപോലെ രാമായണം വായിച്ചാൽ മാത്രം പോരാ, രാമായണത്തിലുള്ള ആദർശങ്ങൾ കൂടി നമ്മൾ കണ്ട് പഠിക്കുകയും അത് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പുരാണങ്ങളില് പറഞ്ഞിരിക്കുന്ന കാര്യം പോലെ അതല്ല നമ്മുടെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം പോലെയാണ്. നമ്മുടെ മറ്റുള്ള പുരാണങ്ങളിൽ പറഞ്ഞ പോലെയല്ല, സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് രാമായണത്തിലൂടെ നമുക്ക് സന്ദേശം തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ രാമായണ പാരായണം അതിലൂടെ നമ്മുടെ കുട്ടികളെ പ്രധാനമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബത്തേരിയിലെ രാമായണ പാരായണം നടത്തുന്ന സമയത്ത് 4 കുട്ടികളാണ് വന്നത്. 4 കുട്ടികളും ഒരുവിധം നന്നായിട്ട് തന്നെ രാമായണം വായിച്ചു. പക്ഷെ നമുക്ക് കേരളത്തിൽ 4 കുട്ടികൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ ചുരുങ്ങിയാലും ഒരു 50 കുട്ടികളെങ്കിലും പങ്കെടുക്കേണ്ടതാണ്. കുട്ടികളെ നമ്മളിപ്പോ ഇംഗ്ലീഷ് മീഡിയം അത് പഠിക്കുന്നത് കൊണ്ട് ഈ രാമായണ പാരായണം പോലുള്ള മലയാളം ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ശ്രദ്ധ ചെലുത്തുന്നില്ല. തീർച്ചയായിട്ടും അവരെ മലയാളം നമ്മൾ ഏത് രീതിയിലെങ്കിലും പഠിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പുരാണങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. ഇത് വായിച്ച് പഠിപ്പിക്കണം. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ രാമായണ പാരായണം നമ്മുടെ ഈ ഓൺലൈനിൽ കൂടിയുള്ള ഈ പരിപാടി വളരെയധികം ഗംഭീരമായിട്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ തമിഴ്നാട് സമിതി പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് ഓണാഘോഷമല്ല ഇതിലെ കൂടി നടത്തണമെന്ന്. ഓണാഘോഷം പോലെയുള്ള പരിപാടികളും നമുക്ക് ഇതിലെ കൂടി നടത്തണം. വളരെ ഗംഭീരമാക്കി തന്നെ ഇത് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ രാമചന്ദ്രന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ലക്ഷ്മണന്റെയും എല്ലാം പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
ഈ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ വീട്ടിലെത്തുന്ന സമയത്ത് സമയം വഴുകുന്നതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റാത്തത്. ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് സമയം അതിന് കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടി വിജയപ്രദമാക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. വയനാട് ജെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് സമിതിയും തമിഴ്നാട് വനിതാവേദിയും നടത്തിവരുന്ന ഓൺലൈൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക മാസം 27-ാം ദിവസമാണ്. കൊറ്റമംഗലം സർവീസ് സമിതിയും മാതമംഗലം സമിതിയും കൂടി ഇന്ന് ഓൺലൈൻ വഴി രാമായണ പാരായണം നടത്തുന്നു. തമിഴ്നാട് പ്രസിഡന്റ് ശ്രീമാൻ വേണു മണലവേൽ, വനിതാവേദി പ്രസിഡന്റ് യശോദ ചേച്ചി, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ആമുഖം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്ര പ്രസിഡന്റ് ശ്രീമാൻ ശ്രീധരൻ അമ്പലക്കുണ്ട് അവരുടെയും സ്വാഗതം ചെയ്യുന്നു. ഓൺലൈൻ പാരായണത്തിൽ പ്രവർത്തിക്കുന്ന ശിവദാസൻ കോളിമാട്, വിജയൻ ചെറുകുന്ന്, അഭിമന്യു, അഭിനന്ദ, രാജേഷ് പാട്ടവേൽ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാരായണം ചെയ്യുന്ന ശ്രീമതി ഉഷ വിജയകുമാർ, ശ്രീമതി കൗസല്യ ടീച്ചർ, ശ്രീമതി നിർമ്മല ചന്ദ്രൻ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് സന്ദേശം തരുന്നത് വിജയകുമാരി ടീച്ചറാണ്. അവർ ഏകൽ വിദ്യാലയത്തിലെ ട്രെയിനിങ് ടീച്ചറാണ്. അവർ 3 സ്റ്റേറ്റിന്റെ ചുമതലയുള്ള വ്യക്തിയാണ്. അവർ നെക്കുപ്പ പ്രാദേശിക സമിതിയുടെ അംഗമാണ്. അവർക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നന്ദി അർപ്പിക്കുന്ന ശ്രീമതി യശോദ ചേച്ചിക്കും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെല്ലുന്ന ഷീജ വത്സരാജൻ എന്നിവർക്കും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമുദായത്തിലെ എല്ലാവർക്കും മാതമംഗലം സമിതിയുടെ പേരിലും കൊറ്റമംഗലം സമിതിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഭേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നുത്തുങ്ക ശൈലര ജാകാരമോടലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരമിരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വമ്പുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇത്തം രഘുത്തമൻ ചോദിച്ചളവതിന് ഉത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവദ്ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ.
ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തതു കണ്ടു ഞാൻ. ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു, ധന്യനല്ലോ ഭവാൻ, ഇല്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും. നാരായണ പ്രിയൻ എത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ട അഭിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരേ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തു കൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദികന്ധരേ. മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാൻ അലക്ഷണാൽ. ശ്രീ ഗണപതി അഭിനമസ്തു. അധികായവധം. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ, മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു, ഇന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസും. മൂന്നാമതായോ നരതികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹു ദേവം ഓരതനും മഹാപാർശ്വനും മത്തനു മുൻമുത്തനുമരുമിച്ചതി ശക്തിയേറിടും നിശാചര വീരന്മാർ. 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാൻ. ദുഃഖിപ്പതിനെന്തു കാരണം, ഞങ്ങൾ ചെന്നൊക്കേരുപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായ ചീടുകൾ ഞങ്ങളെ ശത്രുക്കളാല ഒരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതു കൊണ്ടുപോയി കൊൾവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും മാവോളവും കൊടുത്താൻ ദശാകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മകാരഥന്മാരിവൻ വരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടള ഭൂക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടള വന്തകൻ വീട്ടിലാക്കിയിടിനാർ സത്വര. മെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്നവരോടേറ്റു നിശാചര കൊല്ലുന്നിതാശു കവീവരന്മാരെയും നല്ല ശാസ്ത്രങ്ങൾ തൂകീക്ഷണാന്തരേ. വാരണവാരിജീരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിടു പലതായൊലിക്കുന്നതും. അന്തമില്ലാതെ കബന്ധങ്ങളും പല ദന്തികേ നൃത്തമാടിത്തുടങ്ങി പല രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടു മടുത്താൻ നരാന്തകൻ. കുന്തഭൂമേന്തി കുതിരപ്പുറമേറി യന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ പങ്കം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരീകവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണാമേറി മഹോദരാവീരനും തേരിലേറി ത്രിശിരസ്സുമണിഞ്ഞിതു. മൂവരോടും പൊരുതിയിടിനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും
മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീരൻ മഹോദരൻ തന്നെയും ശൂരനാകും തൃശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനം നേരം കൊന്നു കളഞ്ഞ നിർഷഭൻ മഹാബലൻ. മുൻതനു മുൻമത്തനും മരിച്ചാർ കവി സത്തമന്മാരോടതിർത്തതി സത്വരം. വിശ്വൈകവീരനദീകായനം നേര മശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രശാസ്ത്രജാലം നിറച്ചു വില്ലും ധരി ശസ്ത്രജ്ഞനർത്ഥ്യത്ത ബുദ്ധത്ത ചിത്തനായി. യുദ്ധത്തിനായി ചെറു ഞാനൊലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനെടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനര രൊക്കേവാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ. സാമർത്ഥ്യമേറെയുള്ളോരധികായനും സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണാഭാണങ്ങൾ ചെന്നെടുക്കും വിധം തൽക്ഷണേ പ്രത്യോമുഖങ്ങളാ വീണുപോ. ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റ മന്ദനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാ സൗമിത്രിയോടു ചൊല്ലിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുക മുണ്ടതു കൊണ്ടിവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നിനി ബ്രഹ്മാശ്രമേതിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജി തുന്യതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവ നിന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജ പൂർവചിന്തൻ പദ മുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷേണ കണ്ഠം മുറിച്ചാനതു നേരം. ഭൂമോപതിച്ചോരധികായ മസ്തക മാമോദം ഉൾക്കൊണ്ടെടുത്തു കവികുലം. രാമാന്തികെ വച്ചു കൈതൊഴുതീടിന രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. രാവണനോടറിയിച്ചാരവസ്ഥകൾ കാവിരി എന്നലറി ദശകണ്ഠനും. രാവണനോടറിയിച്ചാരവസ്ഥകൾ കാവിരി എന്നലറി ദശകണ്ഠനും. എല്ലാവർക്കും നമസ്കാരം. കർക്കിടക രാവുകളെ നല്ല മനോഹരമാക്കി തന്ന നമ്മുടെ സമിതി ഭാരവാഹികൾക്ക് എന്റെ അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം വരും തലമുറയ്ക്ക് ഒരു പ്രചോദനവും മുതൽക്കൂട്ടുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ദ്രജിത്തിന്റെ വിജയം. രാവണനോടറിയിച്ചാരവസ്ഥകൾ ഹാവിധി എന്നലറി ദശകണ്ഠനും മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചീടിനാരിച്ചരന്തിനി നല്ലതു ശങ്കരാ ദൈവമേ. ഇതം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസി താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. വൻപനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് രംഭാരിജിത്തും നികുംബില പൊക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചിതന്നേരം. രക്തമാല്യാംബരഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാന്യുതം ഭക്തി പൂണ്ടു ജ്വലിപ്പിച്ചഗ്നിദേവനി ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപ പുത്രനുമെത്രയും വ്യക്തവർണ്ണസ്വര മന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താലതിദ്രുതം. ശസ്ത്രാസ്ത്രജാപരഥാദികളോടു മന്ത്രദാന വിദ്യയും ലബ്ധ നിരാകുലം. ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻ.
പോർക്കളം പൂക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ. മേഘജാലം വരുഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പദാതി രതികളും അന്തകൻ തൻ പുരിയിൽ ചെന്നു പുക്കന്തം വരുന്നതു കണ്ടോരു രാവണേ സന്താപമോടും അന്തർദാനവും ചെയ്തു സന്തതം പൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വൻപരാ മർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിടമേറ്റു ഗന്ധമാധനന്മയിലും 20 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമയിലും 6 പനസനും 7 വിനതനി 6 സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 150 കൂടെ വന്നേറ്റിതു 10 ശതബലിക്ക് 9 ധൂമ്രനും 10 മൊരട്ടും പ്രമാദിക്കുമേറ്റിതു 10 പുനരിരുപത്തഞ്ചുമേറ്റിതു. ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദതിമുഖമെന്മയിലും 42 ഗവാക്ഷനുമേറ്റിതു 3 ഗവയനും 5 ശരഭനും 3 4 സുമുഖനും ദുർമുഖമേന്നേറ്റ് 24 സമ്മാനമായ 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടൻപത് അഗ്നിവദനനും അങ്കദൻ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കവികുല നായകന്മാർ 67 വീണിതു ഭൂതലേ മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതും ഇതിന്നു നമുക്കൊന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ രുഷാരാഘവന്മാരെയും ഏതു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൗണപാദീശ ജയത്തിനാൽ ആകണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പൊക്കിരൊന്നേടിനാൻ ലേഖസമൂഹവും വാഴ്തിദാശയ. സന്ദേശം ടീച്ചറെ ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്തേ. ശ്രീധരേട്ടന്റെ ഭാരവാഹികള് ഇപ്പൊ രാമായണം വായിച്ച ചേച്ചിമാര് ഒരുപാട് നന്നായിട്ടുണ്ട് രാമായണം വായിച്ചത്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മള് ഇത്രയും രാമായണമൊക്കെ വായിച്ച് ഇതിലെ കഥകൾ പറയുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ 3 കഥാപാത്രങ്ങളെ കുറിച്ച് ഞാനൊന്ന് 3 കഥാപാത്രങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം നമ്മുടെ കുംഭകർണൻ. കുംഭകർണൻ എന്ന് പറയുന്ന ഒരു രാവണന്റെ സഹോദരനാണ്. അവർക്ക് അവരുടെ ശക്തിയില്, ശക്തി എന്ന് പറഞ്ഞാൽ അവർ ആർജിച്ചെടുത്തതാണ്, തപസ്സിലൂടെ ആർജിച്ചെടുത്ത ശക്തിയിൽ തന്നെ അവർക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എനിക്ക് ഈ ലോകം മുഴുവനും ഇന്ദ്രന്റെ സിംഹാസനം വരെ എനിക്ക് നേടി ഈ ലോകം മുഴുവനും എന്റെ കയ്യിലാവണം എന്നുള്ളൊരു മനസ്സിൽ അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവര് തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ദേവന്മാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. കുംഭകർണൻ ഇനി വരം ചോദിച്ചാൽ നമ്മള് ഇന്ദ്രന്റെ എല്ലാ ദേവന്മാരും ഈ കുംഭകർണന്റെ അല്ലെങ്കിൽ അസുരന്മാരുടെ അടിമയാവണം. എന്താണ് ഇതിനൊരു പോംവഴി? ആ സമയത്താണ് ബ്രഹ്മാവ് സരസ്വതി ദേവിയോട് പറഞ്ഞത്, ഇങ്ങനെ വരം ചോദിക്കാൻ പോകുന്നുണ്ട്, ഏതെങ്കിലും രീതിയിൽ ആ വരത്തെ ഒന്ന് ഇല്ലായ്മ ചെയ്യണം എന്ന് സരസ്വതി ദേവിയോട് അഭ്യർത്ഥിക്കുണ്ടായി ദേവന്മാരും എല്ലാവരും തന്നെ. അങ്ങനെ ബ്രഹ്മാവിനോട് വരം ചോദിച്ചു, എന്താണ് വരം വേണ്ടത്. ആ സമയത്ത് തന്നെ കുംഭകർണന്റെ നാവിന്റെ അവിടെ സരസ്വതി വിളയാടി. ഇന്ദ്രാസനം എനിക്ക് വേണം ചോദിക്കുന്നത് 2-3 പ്രാവശ്യം എന്ന് വന്നു, പക്ഷെ അത് നിദ്രാസനം എന്നായി.
നിദ്രാസനം. അപ്പോ നിദ്ര എന്ന് പറഞ്ഞ ഉറക്കം തന്നെ ആവണം. പക്ഷെ രാവണൻ ഇത് കേട്ട സമയത്ത് ഭയങ്കര ദേഷ്യം വന്നു. ഇത് ഇത്രയും ഒരേപോലെ ഉറക്കം ഈ വരം കൊടുക്കാൻ പാടില്ല. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ഈ വരം കൊടുക്കാതെ രക്ഷയില്ല. വരം ചോദിച്ചു പോയി. പക്ഷെ വരത്തിൽ കുറച്ച് ഇളവ് വരുത്താം. 6 മാസം പൂർണ്ണമായിട്ട് ഉറങ്ങണം, 6 മാസം പൂർണ്ണമായിട്ട് എഴുന്നേറ്റിരിക്കുന്നത് മാത്രമല്ല ഭയങ്കര വിശപ്പ് എല്ലാം മനുഷ്യരെ അടക്കം തിന്നുന്ന ആ വിശപ്പിലൂടെ ആയിരിക്കും ഈ രാക്ഷസന്റെ ഇനിയുള്ള ജീവിതം, കുംഭകർണന്റെ ഇങ്ങനെയുള്ള ജീവിതം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കഴിവ് തന്നാൽ അത് നമ്മൾ അതിനെ എന്താ പറയാ അഹങ്കാരത്തിലൂടെ അല്ല അത് കാണേണ്ടത്. എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ട് കാണാൻ ആ സമയത്തും കഴിഞ്ഞില്ല. പക്ഷെ കുംഭകർണന് നല്ലൊരു വശമുണ്ട്. അങ്ങനെ രാമരാവണ യുദ്ധം നടന്ന സമയത്ത് യുദ്ധം നടന്ന് ഒരുപാട് വാനരന്മാരും വാനരന്മാരും ചത്തുപോകുന്നുണ്ട്, അല്ലെങ്കിൽ വധിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഘോരമായ യുദ്ധം നടന്ന സമയത്തും രാവണൻ കുംഭകർണന്റെ അടുത്ത് പോയിട്ട് പറയാണ്, നീ ഉറങ്ങാ, നീ ജനിച്ചത് നീ വെറുതെ ഇരിക്കാനല്ല, നീ യുദ്ധത്തിന് പോകണം, യുദ്ധത്തിന് തയ്യാറായേ തീരൂ. അപ്പോ രാവണനോട് കുംഭകർണൻ പറയാണ്, അയ്യോ പിന്നെ ജ്യേഷ്ഠ, നീ ചെയ്ത തെറ്റിന് എന്തിനു യുദ്ധം ചെയ്യണം? സ്വന്തം വേറെ ഒരാളുടെ ഭാര്യയെ കൊണ്ടുവന്നത് കൊണ്ടല്ലേ നിനക്ക് ഈ യുദ്ധം ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടായത്. നീ അതിനെ അവരെ ഭാര്യ വിട്ടുകൊടുത്തേക്ക്, എന്തിനു വെറുതെ യുദ്ധം എന്ന് പറഞ്ഞ സമയത്ത് എന്താണ് നീ എന്റെ ആജ്ഞയെ ധിക്കരിക്കാൻ നിനക്ക് ഇത്രത്തോളം ആയോ? എന്റെ അനുജനല്ല നീയെ, എന്റെ കീഴിലാണ് നീ എന്റെ രാജ്യത്തിലല്ല നീ ജീവിക്കുന്നത്, നീ എന്തായാലും യുദ്ധം ചെയ്തേ തീരൂ പറഞ്ഞിട്ടാണ് കുംഭകർണൻ അങ്ങനെ യുദ്ധത്തിലേക്ക് പോകുന്നത്. യുദ്ധത്തിലെ രാമബാണങ്ങളേറ്റ് കുംഭകർണന് മരണം സ്വീകരിക്കേണ്ടി വന്നു. അതും ഒരു ഭാഗ്യാണ്. രാമബാണങ്ങളേറ്റ് കുംഭകർണന് മരണം വന്നതും ഒരു ഭാഗ്യമായിട്ടാണ് കുംഭകർണന്റെ ജീവിതത്തിൽ പറയുന്നത്. എല്ലാവർക്കും ഒരു നല്ല വശമുണ്ട്, ഒരു എന്താ പറയാ ദേഷ്യം, സ്ഥിത, അങ്ങനെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയാം. പക്ഷെ ഏതോ ഒരു കഴിവ് കിട്ടിയാലും അതിനെ അഹങ്കാരപൂർണമായിട്ട് കാണുന്ന ഒരു രീതിയെയാണ് നമ്മുടെ ഇവിടെ രാമായണത്തിലൂടെ, ഈ രാമായണത്തിലെ കുംഭകർണന്റെ കഥാപാത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് നമ്മുടെ അതികായവധം. അതികായ എന്ന് പറഞ്ഞാൽ രാവണന്റെ ഒരു ഭാര്യയുണ്ട്, രണ്ടാമത്തെ ഒരു ഭാര്യയുണ്ട്, ധന്യമാലിനി. ധന്യമാലിനിയുടെ പുത്രനാണ് അതികായൻ. അതികായൻ എന്ന് പറഞ്ഞാൽ ഇത്ര തീവ്രമായ ശക്തി, കർണനെ പോലെയും അത്രയ്ക്ക് ശക്തിയുള്ള ഒരാളാണ് അതികായൻ. എങ്ങനെ വധിച്ചു എന്ന് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ വായിച്ച ഇതിലും തന്നെ പറഞ്ഞു, ഇപ്പൊ കുംഭകർണൻ മരിച്ച സമയത്ത് രാവണന് ഭയങ്കര പ്രശ്നമായി, എങ്ങനെ ഞാൻ ജയിക്കും, എന്റെ ബന്ധുമിത്രാദികളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞപ്പോഴാണ് അതികായൻ വന്നിട്ട് പിതാശ്രീ എന്നെ യുദ്ധത്തിന് പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യുദ്ധത്തിന് പോകുന്നത്. അതികായൻ 1000 കുതിരകളൊക്കെ അടങ്ങുന്ന തേരിൽ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് ഒട്ടനെ പോയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് അമ്പ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ നമ്മൾക്ക് ഈ പാരായണത്തില് നമ്മൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മണൻ ഒരുപാട് ശ്രമിച്ചു, എന്നിട്ടും യുദ്ധം ഈ അമ്പുകൾ തമ്മില് വധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ദേവന്മാരെല്ലാരും കൂടി ചിന്തിച്ച് എന്ത് ചെയ്യും? വളരെ പ്രശ്നമായി. ലാസ്റ്റ് വായു ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, ഏതൊരു കാര്യം നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അഹങ്കാരത്തോടുകൂടി കാണരുത്. അല്ലെങ്കിൽ കവചകുണ്ടലങ്ങൾ കിട്ടിയ കർണനെ പോലുള്ള ഒരു കവചമാണ് അവർക്കും കിട്ടിയത്. പക്ഷെ അതിനും ഭേദിച്ച് ബ്രഹ്മാസ്ത്രം തന്നെ ഭേദിക്കാൻ പറ്റുള്ളൂ. അതും അഹങ്കാരത്തിന്റെ പൂർണ്ണമായിട്ട് ഇപ്പൊ രാമനോട് യുദ്ധം ചെയ്യാനല്ല എനിക്ക് കവചം കിട്ടിയത് എന്ന് ദേവന്മാര് വരെ അങ്ങനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിക്കുകയാണ് ചെയ്തത്. ലക്ഷ്മണനാണ് നമ്മുടെ അതികായനെ വധിച്ചത്. ഇനി അടുത്ത കഥാപാത്രം നമ്മുടെ ഇന്ദ്രജിത്തിന്റെ വിജയം. ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞാൽ രാവണന്റെ മകനാണ്. രാവണന് ജ്യേഷ്ഠൻ നഷ്ടപ്പെട്ടു, അവരുടെ രണ്ടാമത്തെ ഭാര്യയിലുണ്ട അതികായൻ നഷ്ടപ്പെട്ടു. അങ്ങനെ രാവണന് ലങ്കയിൽ ഭയങ്കര പ്രശ്നമായി. നമ്മൾക്കറിയാം, നമ്മുടെ കൂടപ്പിറപ്പുകൾ മരിക്കുമ്പോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ വിട്ട് ആരെങ്കിലും പോകുമ്പോഴുണ്ടാകുന്ന ആ മനസ്സിന്റെ വ്യത സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിലൂടെ തന്നെയാണ് രാമായണത്തിന്റെയും രാവണന്റെയും സീതന്റെയും ഒക്കെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ രാവണന്റെ മകനാണ്. അപ്പൊ എല്ലാവരും പോയി ആകെ വെപ്രാളപ്പെട്ട് ദുഃഖിതവനായി. കണ്ണിൽ നിന്നൊക്കെ നേരത്തെ വായിച്ച സമയത്ത് കണ്ണിൽ നിന്നൊക്കെ ഘോരഘോരമായിട്ട് കണ്ണുനീരൊക്കെ വന്നു.
അങ്ങനെ രാവണൻ ഇരിക്കുന്ന സമയത്താണ് ഇന്ദ്രജിത്ത് രാവണന്റെ അടുത്ത് പോകുന്നത്. പിതാശ്രീ, എന്നെ അനുഗ്രഹിക്കൂ, ഞാൻ യുദ്ധത്തിൽ ജയിച്ചിട്ട് തന്നെ വരും. അങ്ങനെ യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുന്നതിന്റെ മുന്നിലായിട്ട് ഇന്ദ്രജിത്ത് ഒരു ഗുഹയിൽ പോയിട്ട് ഇരുന്ന് ഒരു യാഗം നടത്തി. ശിവഭഗവാനെയാണ് യാഗത്തിൽ പ്രാർത്ഥിച്ചത്. ആ യാഗം നടത്തി കഴിഞ്ഞ് അവരെ യാഗത്തിൽ തന്നെ ഒരു വരം ചോദിച്ചു. അത് അവർക്ക് കിട്ടുകയും ചെയ്തു. മീൻസ് മേഘങ്ങളിൽ മറഞ്ഞിരിക്കാനുള്ള, ആകാശത്തിലൊക്കെ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യാനുള്ള ഒരു വരമാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. വാനരസേനകൾ ചത്തൊടുങ്ങിക്കൊണ്ടേയിരുന്നു. ദേവന്മാർക്ക് വരെ ഭയങ്കര ഭയം തോന്നി. വാനരസേനകൾ ഒരുപാട് മരിക്കുന്നു. അതേപോലെ ഈ അവരുടെ ആയുധങ്ങൾക്ക് തന്നെ 100 കിലോ 200 കിലോ ഉള്ള തൂക്കമുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതെടുത്തിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് എതിർ കക്ഷികൾ അവരുടെ കയ്യില് അത്രയൊന്നും യുദ്ധ സാമഗ്രികളില്ല. പക്ഷെ വാനരന്മാരെ നേർക്ക് നേര് പോരാടുകയാണ്. ഇന്ദ്രജിത്ത് യുദ്ധം തുടങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു രക്ഷയുമില്ല. ലാസ്റ്റ് എല്ലാവരും തന്നെ രാമപക്ഷത്തുള്ള ലക്ഷ്മണപക്ഷത്തുള്ള എല്ലാവരും തന്നെ മരിക്കുകയും അങ്ങനെ ലക്ഷ്മണനും രാമനും ഇവൻ ഹനുമാൻ വരെ എന്താ പറയാ ബോധശൂന്യമായിട്ട് അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. 2 പ്രാവശ്യം ലക്ഷ്മണന് ഇന്ദ്രജിത്തിനോട് തോൽക്കേണ്ടി വന്നു. അങ്ങനെ ഇതെല്ലാം വിഭീഷണൻ അറിയുന്നുണ്ട്. വിഭീഷണൻ വന്നിട്ട് ഒരു രാമഭക്തനാണ്. അവര് ഇതെല്ലാം ഈ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രീരാമനെ അറിയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ ഇങ്ങനെ എല്ലാവരും മോഹാലസ്യപ്പെട്ട് വീണു. വിഭീഷണൻ ദേവന്മാർക്കും എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി. വിഭീഷണൻ അവിടെ പോയിട്ട് അങ്കദനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി, എന്താണ്? അപ്പൊ അങ്കദനല്ല, ജാമ്പവാന്റെ കണ്ണിലിങ്ങനെ രക്തം തിങ്ങിയിട്ട് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ തുറക്കാൻ പറ്റാതെയാണ് ഹനുമാൻ എവിടെയെന്ന് ചോദിച്ചു. ഹനുമാൻ തൊട്ടപ്പുറത്തുണ്ടെന്ന് ഹനുമാനെ തോണ്ടി വിളിച്ച് അങ്ങനെ ഇവരെ മോഹാലസ്യത്തിൽ നിന്ന് നമ്മൾക്ക് അവരെ ഉണർത്തണം, അതിനുവേണ്ടി നീ മൃതസഞ്ജീവനി തേടിപ്പോകണം. അങ്ങനെയാണ് ഹനുമാൻ മൃതസഞ്ജീവനെ തേടിപ്പോകുന്നത്. കാലനേമിയെ കാണുന്നതൊക്കെ ഒരു കുറെ കഥകൾ, അത് ഈ വായനയിൽ വന്നിട്ടില്ല. കാലനേമിയെ കാണുന്നതും അവിടുന്ന് കാലനേമി എന്ന് പറഞ്ഞാൽ രാവണന്റെ അമ്മാവനാണ്. അവിടുന്ന് ഒരു വ്യാജ ഋഷിയുടെ വേഷം ധരിച്ച് ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഹനുമാന്റെ ശ്രദ്ധയെ തിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഹനുമാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ മൃതസഞ്ജീവനിയായിട്ട് തിരിച്ചു വന്നിട്ടാണ് വീണ്ടും ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിക്കുന്നതും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഏതൊരു കഴിവ് തന്നാലും അതിന്റെ അഹങ്കാരത്തിലൂടെ അല്ല അത് കാണേണ്ടത്. രാവണ യുദ്ധം വേണം, പക്ഷെ എങ്കിൽ പോലും അസുരന്മാരാണ്, അത് യുദ്ധം ചെയ്തേ തീരൂ. പക്ഷെ എങ്കിൽ പോലും ഒരു കഴിവ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇത്രയും ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചു, ഇത്രയും കഴിവ് കിട്ടി. അതേപോലെ രാവണന് ഭയങ്കര ശിവഭക്തനായിരുന്നു. ഈ 9 നവഗ്രഹങ്ങളെ ഇങ്ങനെ പിടിച്ചു കെട്ടാന് അത്രയും കഴിവുള്ള ഭക്തനായിരുന്നു രാവണൻ. കുറെ നിസാരക്കാരനല്ല, അത്രയും ബുദ്ധിയും ശക്തിയും എല്ലാം ഉള്ള ഒരു ആളായിരുന്നു രാവണൻ. അതേപോലെ തന്നെ കുംഭകർണൻ. പക്ഷെ ഇവരുടെ ഈ ശക്തി കിട്ടിയപ്പോൾ ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന അഹങ്കാരം കുറച്ച് കൂടുതലായി. അങ്ങനെ രാമബാണങ്ങളിൽ അവർക്ക് മരണം വരിക്കേണ്ടി വന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അഹങ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ ഞങ്ങളോട് പറയും, ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നവരെ പറയും, നമ്മുടെ ഹെഡ് പറയും 4 ഉപേക്ഷിച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. 1 അഹങ്കാരം, 2ാമത്തത് അസൂയ, 3ാമത്തത് അത്യാഗ്രഹം, 4ാമത്തത് ആഡംബരം. ഇത്രയും കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ മീൻസ് അതൊന്നും ആവശ്യത്തിലധികം വേണ്ട. അല്ലെങ്കിൽ അത്യാഗ്രഹം, അറിവ് നേടുന്നതിൽ അത്യാഗ്രഹം വേണം. പക്ഷെ എന്താ പറയാ, എല്ലാം വേണം. അങ്ങനെ ഒരു എനിക്കൊന്നും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നതേ നേടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊന്നും ഈശ്വരൻ തന്നിട്ടില്ല, അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക്
ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്താൻ പറ്റില്ല. ഈ 4 കുറച്ച് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. ഞങ്ങളെ പഠിപ്പിക്കുന്ന അതൊരു കാര്യം. ഇതിലൂടെ ഞാൻ ഈ ഒരു സന്ദേശം വന്ന സമയത്ത് ഈ അഹങ്കാരത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എനിക്ക് തന്ന സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഒരുപാട് സന്തോഷം ഇതിൽ വിളിച്ചതില്. ഇപ്പൊ രാമായണം, നമ്മുടെ തുളസി രാമായണം ഉണ്ട്, നമ്മുടെ ഹിന്ദിയിലാണ്, ദ്രൗപദി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതില് തുളസീദാസ് ഒരു ശ്ലോകം പറയുന്നുണ്ട്. ആ ശ്ലോകം എങ്ങനെയാണ്: നിർമ്മല മന ജന സോ മോഹി പാവാ, മോഹി കപട ചല ചിത്ര ന ഭാവാ, രാം സിയ രാം സിയ രാം ജയ ജയ രാം, രാം സിയ രാം സിയ രാം ജയ ജയ രാം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ തുളസിദാസ് പറയുന്നത്, നിർമ്മലമായ മനസ്സിൽ എന്നും രാമന്റെ സാന്നിധ്യം ഉണ്ടാകും. ഈ കപടമായിട്ടുള്ള മനസ്സിൽ ഒരിക്കലും രാമന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ആരാണോ നിർമ്മലമായിട്ടുള്ള മനസ്സുള്ളത്, ആ മനസ്സിൽ എന്നും രാമന്റെ സാന്നിധ്യം ഉണ്ടാകും. തുളസിദാസ് നല്ലൊരു ശ്ലോകത്തിലൂടെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി യശോദ ചേച്ചിയെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയിൽ നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിയിൽ ആമുഖം ചെയ്ത എല്ലാവർക്കും ഉപരിചിതനായ നമ്മുടെ കേന്ദ്ര പ്രസിഡന്റ് ശ്രീ അമ്പലക്കുണ്ട് ശ്രീധരേട്ടൻ അവർക്ക് മാതമംഗല സമിതിയുടെ പേരിലും ഒറ്റമംഗല സമിതിയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ പരിപാടിയിൽ സ്വാഗതം അവതരിപ്പിച്ച ശ്രീ കുതിരമ്പം ഉണ്ണികൃഷ്ണൻ അവർക്കും പാരായണം ചെയ്ത മാതമംഗല സമിതി ഉഷാ വിജയകുമാരനും നിർമ്മല ചന്ദ്രനും ഒറ്റമംഗലം സമിതിയിലെ കൗസല്യ ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ നല്ലൊരു പാരായണം സന്ദേശം ചെയ്ത ശ്രീ വിജയകുമാരി ടീച്ചർ നെക്കുപ്പ അവർക്കും ഈ പരിപാടിയെ ശ്ലോകം ചൊല്ലിയ ശ്രീമതി ഷീജ വത്സരാജനും മാതമംഗലം സമിതിയുടെ പേരിലും ഒറ്റമംഗലം സമിതിയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ WCSS തമിഴ്നാട് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ വേണു മണൽവയൽ അവർക്കും മാതമംഗലം സമിതിയുടെ പേരിലും ഒറ്റമംഗലം സമിതിയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ നെടുംതൂണായി വർദ്ധിക്കുന്ന ശ്രീ വിജയൻ ചെറുകുന്ന അവർക്കും ശ്രീ ശിവദാസൻ അവർക്കും ശ്രീ രാജേഷ് അവർക്കും മാത്രമല്ല, ഇതിനു വേണ്ടി നമ്മോടൊപ്പം അവരുടെ പഠന സമയങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് സാങ്കേതിക സഹായങ്ങൾ ചെയ്തു തരുന്ന അഭിമന്യു, അഭിനന്ദന എന്ന കുട്ടികൾക്കും മാതമംഗലം പ്രാദേശിക സമിതിയുടെ പേരിലും ഒറ്റമംഗലം സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ വനിതാവേദി ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സമിതിയുടെ നന്ദി അറിയിക്കുന്നു. പൂർവം രാമ തപോനാദിഗമനം ഹത്തോ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം വലിയ നിഗ്രഹണം സമുദ്രാതരണം ലങ്കാപുരീദഹനം പശ്ചാത് രാവണ കുംഭകർണാഹനനം സമ്പൂർണ്ണ രാമായണം.